സെൻസിൻ്റെ സത്സംഗത്തിലേക്ക് സ്വാഗതം. പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവരുടെ ദേഷ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. പലപ്പോഴും കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക, മറ്റുള്ളവർക്ക് ആഴത്തിൽ മുറിവേക്കുന്ന രീതിയിൽ സംസാരിക്കുക, ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാറും പോലുമുണ്ട് നമ്മൾ. അപ്പം ഇത് എങ്ങനെ ഓരോ പ്രാവശ്യവും പ്രതിജ്ഞ എടുക്കുമെങ്കിലും പിന്നീടും ഓർക്കാതെ ഈ ദേഷ്യം ശക്തമായി വരികയും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് നോക്കാം. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ ഈ ദേഷ്യത്തെ നമുക്ക് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ പ്രാധാന്യം വരുന്നത് ബോധത്തിൻ്റെ വർധനവിന് തന്നെയാണ്. നമ്മുടെ ദേഷ്യത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ ബോധവാനാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആ ഒരു പ്രക്രിയ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഓരോ പ്രാവശ്യവും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഞാൻ കാരണമുണ്ടായി, ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സ് നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന്. സ്വാഭാവികമായിട്ടും പിന്നീട് ദേഷ്യപ്പെടാതിരിക്കണമെന്ന് നമ്മുടെ മനസ്സ് മറന്നുപോകും എന്നുള്ളതാണ്. അതായത് ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ ഈ മനസ്സ് ഈ കാര്യത്തെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിവെക്കും. ഓരോ ബോധതലത്തിലുള്ള കാര്യങ്ങളിലനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോധതലത്തിലേക്ക് ഈ ദേഷ്യത്തെ, എൻ്റെ സ്വന്തം ദേഷ്യത്തെ കൊണ്ടുവരുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ്? നമ്മളുടെ ജാഗരൂകത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പ്രതിവിധി എന്താണ് എന്ന് നോക്കണം. ആ ജാഗരൂകത നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള പ്രതിജ്ഞയുടെ ഫലമായിട്ടാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട്, എതിരായിട്ട് സംസാരിക്കുക എന്നുള്ള, ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഇനിയും ദേഷ്യപ്പെടില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇനിയും ദേഷ്യപ്പെടും എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു ശ്രദ്ധ, ഒരു ജാഗരൂകത ദേഷ്യത്തിൽ വരാൻ തുടങ്ങും. പതുക്കെ 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 ആദ്യം നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓർക്കുന്നത്, അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടു എന്ന്. ഒരാന നടന്ന് പോകുന്നത് പോലെ ആദ്യം ആനയുടെ തുമ്പിക്ക് കാണാം, പിന്നീട് അതിൻ്റെ ഉടല്, പിന്നീട് വാല് നടന്നു പോകുന്നു. ഇതുപോലെയാണ് നാം ബോധവാനാക്കുന്നത്. അതായത് നമ്മൾ ദേഷ്യപ്പെട്ട് എല്ലാം തകർത്ത് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ കുട്ടിയെ പിടിച്ച് അടിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ പൊട്ടിത്തെറിച്ചിട്ട്, കുത്തുവാക്കുകൾ പറഞ്ഞിട്ട്, അല്ല ഉപദ്രവിച്ചിട്ട്, അത് കഴിയുമ്പോഴാണ് ഈ ബോധം വരുന്നത്. സാരമില്ല, ഇനിയും ദേഷ്യപ്പെടുമെന്ന് തന്നെ പറയും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 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 ദേഷ്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ബോധവാനാവാൻ തുടങ്ങും. ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നോർക്കും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് കുറയും. എനിക്കൊരു ദേഷ്യമുണ്ടെന്ന് എൻ്റെ ബോധതലത്തിൽ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. എങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റും? അത് വിട്ടുപോകുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ അതിനുശേഷം ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നു. അതിനു ശേഷം ദൂരെ നിന്ന് ദേഷ്യം വരാൻ സാഹചര്യമുള്ള അവസ്ഥകളെ മുൻകൂട്ടി അറിയാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഞാൻ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്, തല്ലിപ്പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുള്ള ഒരു ശക്തിയിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മുടെ പ്രവൃത്തിയിലേക്ക് ആ കാര്യങ്ങൾ വരും. കർമ്മയോഗം പറയുന്നതാണ്. നമ്മുടെ പ്രവൃത്തിയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ദേഷ്യം വരാത്ത, നമുക്ക് ദേഷ്യം വരാൻ സാധ്യതയില്ലാത്ത പ്രവൃത്തികളായിരിക്കും പിന്നീട് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ദേഷ്യം എന്ന ഒരു അവസ്ഥയെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. രണ്ട്, കാരണമായി, ഈ ദേഷ്യത്തിനങ്ങൾക്ക് കാരണമായി പലപ്പോഴും കിടക്കുന്ന ആശയങ്ങളെ നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളോ ആളുകളുടെ ആശയങ്ങളോ ആയിട്ട് യോജിക്കാത്തത് കൊണ്ടാണ് ദേഷ്യം വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മുടെ ആശയങ്ങളെ നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യണം. തീർച്ചയായിട്ടും അതിൽ പോസിറ്റീവായിട്ടുള്ളൊരു മറ്റൊരു വശം കൂടി അവിടെ ഉണ്ടാവും. ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു വശം കൂടെ അവിടെ ഉണ്ടാവും. ആ വശം കണ്ടാൽ ദേഷ്യം എങ്ങോട്ട് പോയി നമുക്കറിയാൻ പറ്റില്ല. തന്നെ ദേഷ്യം ഡിസപ്പിയർ ആവും.
അത് ഒരു വഴിയാണ്. മറ്റൊന്ന് പ്രസന്റ് വർത്തമാനകാലത്തിലേക്ക് വരിക. കാരണം പലപ്പോഴും മിക്ക ദേഷ്യങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ പൂർവ്വകാലത്തെയോ ഭാവി കാലത്തെയോ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നാണ്. ചിന്തകളുള്ളപ്പോൾ നമ്മുടെ ബോധം പ്രവർത്തിക്കുകയില്ല. ബോധം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗരൂകനായിരിക്കുക. നമ്മൾ സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രസൻറ്റിലായിരിക്കും. നമ്മൾ ജാഗരൂകനായിരിക്കുക എന്നുള്ളതാണ് പ്രസൻറ്റിൽ നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോധവാനാകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകൾ ഭൂതകാലവും ഭാവി കാലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിച്ചാൽ ദേഷ്യം സ്വാഭാവികമായിട്ടും അവിടെ നിയന്ത്രിക്കപ്പെടും. ഈ ചിന്തകൾ എങ്ങനെ ഉണ്ടാകുന്നു? അയഥാർത്ഥ്യമായ ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും സൃഷ്ടിയാണ് ചിന്തകൾ. അതായത് ഈ വീഡിയോ തുറക്കുന്ന ആ പ്രക്രിയ, നാം തുറന്ന ആ പ്രക്രിയ, കാണാനായി തുറന്ന ആ പ്രക്രിയ ഭൂതകാലമാണ്. അതിപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. തുറന്നപ്പോൾ പക്ഷേ അത് വർത്തമാനകാലമായിരുന്നു. ഇനി നമ്മൾ ഈ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ അതും ഭാവി കാലമാണ്, ഫ്യൂച്ചറാണ്. അതും നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് വർത്തമാനകാലമായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ വർത്തമാനകാലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് സത്യലോകം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് സത്യത്തെ, ആ സാഹചര്യത്തിൻ്റെ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഈ വർത്തമാനകാലത്തിലേക്ക് വന്നാൽ നമ്മുടെ ദേഷ്യം വാനിഷാവും. അതായത് നമ്മൾ പലപ്പോഴും ദേഷ്യം വരുന്നത് മുൻപ് 100 പ്രശ്നങ്ങൾ നമ്മൾ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ 101ാമതായിട്ട് ഇതിനോട് ചേർക്കുമ്പോൾ ഒരു വലിയ നെഗറ്റീവ് ഊർജം നമ്മൾ സൃഷ്ടിക്കപ്പെടും. ഇതാണ് നമ്മളെ പൊട്ടിത്തെറിപ്പിക്കുന്നത് പലപ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 100 പാസ്റ്റ് അത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വർത്തമാനകാലത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് വളരെ ലളിതമാണ് ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്വാസം ഒരിക്കലും ഭൂതമോ ഭാവിയോ അല്ല. ഒരിക്കലും ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ നമുക്ക് ശ്വസിക്കാൻ സാധിക്കില്ല, വർത്തമാനകാലത്തിലോ. അത് ശ്രീബുദ്ധൻ്റെ വിപസന എന്നുള്ള ഒരു ധ്യാനമാർഗം ഇത് തന്നെയാണ് ഉന്നം വയ്ക്കുന്നത്. അപ്പം നമ്മൾ ആ നിമിഷം നമ്മളുടെ ശ്വാസഗതി സ്വാഭാവികമാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ദേഷ്യം പോകും. നമ്മുടെ ഹോർമോൺസ്, ദേഷ്യത്തിൻ്റെ ഹോർമോൺസ് കുറയുകയും നമ്മൾ കാം ഡൗൺ ആവുകയും ചെയ്യും. മറ്റൊരു മാർഗം, ദേഷ്യം വരുമ്പോൾ ഇതിന് സഹായകമാകുന്നത് മുൻകാലത്തുള്ള കർമ്മബന്ധങ്ങളെ ഓർക്കുക എന്നുള്ള. മുൻപ് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു, അപ്പം അത് ഓർക്കണമെങ്കിൽ അന്നേരം ഓർത്തൊരു കാര്യമില്ല. എനിക്ക് ഒന്നാമത് ഇങ്ങനെയൊരു ദേഷ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആ തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് അയാൾ തൻ്റെ ദേഷ്യത്തിലൂടെ അനുഭവിച്ച കുഴപ്പങ്ങളെക്കുറിച്ച് എപ്പോഴും വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ, ഒന്ന് വിലയിരുത്തിയാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ബോധത്തിലേക്ക് ദേഷ്യം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കടന്നു വരും. ആ സമയത്ത് ഓർക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, നമുക്ക് താരതമ്യങ്ങളെയും അവകാശങ്ങളെയും കുറിച്ചായിരിക്കും ദേഷ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. നമ്മുടെ അവകാശങ്ങൾ, നമുക്ക് എന്തൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം, അതിന് പകരം നമുക്ക് എന്തൊക്കെ നമ്മുടെ കടമകളെക്കുറിച്ച് നമ്മൾ ബോധവാനാകുമ്പോൾ നമ്മുടെ ദേഷ്യം കുറയും. നമ്മൾ എന്തൊക്കെയാണ്, നമ്മളൊരു പൗരൻ, ഇന്ത്യൻ പൗരൻ നില എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു കുട്ടി എന്നൊക്കെയുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള, മറ്റുള്ളവർക്കായി ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി അതിനെ വിലയിരുത്തിയാൽ, നമ്മുടെ കടമകളെക്കുറിച്ചൊന്ന് ബോധവാനായാൽ നമ്മുടെ ദേഷ്യം ഇല്ലാതായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനായിട്ട് മറ്റുള്ളവരോട് ഒരു സഹതാപം, ദേഷ്യത്തിന് പകരം ഒരു സഹതാപം മറ്റുള്ളവരിൽ വന്നാലും ഇത് നടക്കും. മറ്റൊരാളെ എന്തുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ പലപ്പോഴും പറയുന്നത് മറ്റൊരാൾ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്. ശരിയാണ്, മറ്റൊരാൾ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു? ആ ശക്തി ഏറ്റവും കുറഞ്ഞ ആളുകളാണ് ദേഷ്യപ്പെടുന്നത്. കാരണം അവരുടെ ഉള്ളിൽ നെഗറ്റീവ് ഊർജത്തെ അവർക്ക് ഒരു പരിധി കൂടുതൽ തൻ്റെ ഉള്ളിൽ ശക്തിയോടെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നില്ല. അതിനെ പുറത്തേക്ക് ഒഴുക്കി കളയേണ്ടി വരുന്നു. അതിനൊരു കാരണം എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ശക്തിയല്ല ദേഷ്യം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അതോടെ മറ്റൊരാളിനോട് സഹതാപം തോന്നുക, കാരണം അയാൾ എത്രമാത്രം അയാളെ ദേഷ്യം കൊണ്ട് കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഈ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു സഹതാപം പലപ്പോഴും നമുക്ക് ഊർജം തരുന്നത് മറ്റുള്ളവരാണ്. അവർ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കുറേ ഊർജം തരുമ്പോൾ നമുക്കിതിനെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ട് നമ്മൾ ദേഷ്യത്തെ കുറയ്ക്കാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കും.
അവരൊരു ഒരു ഒരു പ്രത്യേക അളവിലുള്ള ദേഷ്യത്തിലുള്ള ഊർജ്ജം നമുക്ക് തരുമ്പോൾ, നമ്മളെ പരിഹസിക്കുമ്പോൾ, എക്സാമ്പിൾ നമ്മളെ ഒന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കട്ടെ, ശക്തമായ ഒരു ഭാഷയിൽ ഊർജ്ജത്തിൽ, അതൊരു ഊർജ്ജമാണ് അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ബോധവാനാണെങ്കിൽ നമുക്ക് ഈ ഊർജ്ജത്തെ നെഗറ്റീവായിട്ട് എടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഉദാഹരണം, പരിഹസിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും നാളും ഞാൻ ചെയ്തൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളിനെ പരിഹസിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഇതിനെ കണ്ടോ, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളാണ് എപ്പോഴും, ഇവർ കളിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു വലിയ നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാകുകയും അയാൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇതേ കാര്യത്തെ ഇവർക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്താൽ, അകത്തേക്ക് നമ്മുടെ ബോഡിക്കകത്തേക്ക് കടത്തി വിട്ടാൽ തീർച്ചയായിട്ടും വലിയ ഊർജം പ്രവൃത്തിയിലേക്ക് വരികയും അതിലൂടെ തുടർച്ചയായ കർമ്മയോഗത്തിലൂടെ ഒരു വലിയ വിജയം, ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഊർജങ്ങളാണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ദേഷ്യപ്പെട്ടായാലും അസൂയയായിട്ടും പല രീതിയിലും. ഇതിനെ നമ്മൾ എങ്ങനെ അകത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു, നമ്മുടെ മനോമയ കോശത്തിലേക്ക്, വിജ്ഞാനമയ കോശത്തിലേക്ക് കടത്തിവിട്ട് എങ്ങനെ അതിനെ ആനന്ദമയ കോശത്തിലെത്തിച്ച് മുക്തിയിലേക്ക് എത്താമെന്നും കൂടി ആത്മീയപാതയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ക്രിട്ടിക്കലാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, ദേഷ്യം വരാത്ത സാത്വികമായി ചിന്തിക്കുന്ന നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള ആശയവിനിമയം, കൂട്ടായ്മകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുക. യോഗ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിനെയും ശരീരത്തിനെയും ബാലൻസ് ചെയ്യും. അതോടുകൂടി ഒരു വലിയ ശക്തി, പോസിറ്റീവായിട്ട് ഊർജ്ജം വരികയും ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹാനുഭൂതിയിലേക്ക് വരാനും സന്തോഷത്തിലേക്ക് വരാനും പറ്റും. നാം സന്തോഷത്തിലല്ലാത്തത് കൊണ്ടാണ് നാം ദേഷ്യപ്പെടുന്നത്. നമ്മളെ സന്തോഷപ്പെടുത്തുന്ന എല്ലാ പ്രക്രിയയും ചെയ്യുക, സത്സംഗങ്ങൾ ഉണ്ടായിരിക്കുക, ശ്രവണ മനന നിധിധ്യാസത്തിലൂടെ ഈ പറയുന്ന ഒരു ഉയർച്ചയിലേക്ക് വരാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, വലിയൊരു വിഭാഗത്തിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അവരുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ്. ഈ വികാരങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഗുണകരമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. കാരണം ഈ വികാരങ്ങൾ ഊർജ കേന്ദ്രങ്ങളാണ്, നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, ബാറ്ററി സെല്ല് പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വികാര കേന്ദ്രങ്ങളാണ്. ഇവയാണ് പലപ്പോഴും പുറത്തു വരുന്നത്. അതിന് കാരണം പലപ്പോഴും നമ്മുടെ അടിച്ചമർത്തലുകളാണ്. നമ്മുടെ വാസനയ്ക്ക് എതിരായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് നടക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അടിച്ചമർത്തലുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് പുറത്തു വരുന്നതാണ്. പലപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിലൂടെ കുട്ടിയാകുമ്പോൾ തിരിച്ചൊന്നും പറയില്ല, അപ്പോൾ കുട്ടിയുടെ മേലിൽ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സാഹചര്യം കിട്ടുന്നിടത്ത് ഈ ദേഷ്യം ഒന്നിച്ച് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ഉദാഹരണം പറഞ്ഞാൽ പല ആളുകൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലൈംഗികമായ അടിച്ചമർത്തലുകൾ. ഇത് നേരെ ദേഷ്യമായി മാറുന്നൊരു കാര്യമാണെന്ന്, നമ്മുടെ ലൈഫ് എനർജിയാണത്, പക്ഷെ അത് നേരെ ദേഷ്യമായി സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ആധുനിക സൈക്കോളജിസ്റ്റ്. അപ്പം അത് തന്നെയാണ് തന്ത്രയിൽ പറയുന്ന 64 കാമകലകളായി ദേവി കുണ്ടലിനി ശക്തി ഇത്തരത്തിൽ കാമകലയായിട്ടിരിക്കുന്നു, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് താന്ത്രികമായ രീതിയിൽ അതിന് കുറേ പരിഹാരങ്ങളുണ്ട്. ഒന്നുകിൽ അങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഏതെങ്കിലും ഉപാസനകൾ തുടങ്ങുകയും ചെയ്താൽ ഈ പറയുന്ന വികാരങ്ങളെയൊക്കെ കൃത്യമായി ദോഷകരമല്ലാത്ത, മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത, അവരവർക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഉന്നതിയിലേക്ക്, ആധ്യാത്മിക ഉന്നതിയിലേക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനുള്ള പ്രായോഗിക സിദ്ധാന്തങ്ങൾ പ്രായോഗികമായിരിക്കണം. നമ്മൾ വായിച്ചു പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആ പ്രായോഗികമായ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1-2 പോയിന്റുകൾ പോലും ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഒന്ന് അപ്ലൈ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റം പകൽ പോലെ വ്യക്തമാണ്. ആ നിമിഷം മുതൽ മാറ്റം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.